ഹായ്. കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്ത് മാർക്ക് കുറഞ്ഞു പോയവരെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. മാർക്ക് കൂടിയവർക്കുള്ള അഭിനന്ദനങ്ങളും സ്നേഹപ്രകടനങ്ങളുമൊക്കെ നിറയെ കിട്ടുന്നുണ്ടാവും, എനിക്കറിയാം. മാർക്ക് കുറഞ്ഞവരുടെ സ്ഥിതി അതല്ല. നിങ്ങളുടെ ഒഫീഷ്യൽ ആൻസർ കീയും OMR ഷീറ്റിൻ്റെ കോപ്പിയുമൊക്കെ NDA തന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അത് കൂട്ടി നോക്കിയപ്പോൾ അല്പം താഴെ പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത കേൾവികളും നിങ്ങൾ ഇതുവരെ കാണാത്ത കാഴ്ചകളും ഒരുപക്ഷെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അതിലൊന്നും നിങ്ങൾ തളരരുതെന്നും ഭാവി നിങ്ങളുടേതാണ് എന്നും നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്. അതങ്ങനെ ചുമ്മാ പറഞ്ഞു പോയാൽ മാത്രം പോരാ, എനിക്കറിയാം. നിങ്ങളെപ്പോലെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നവർ ഇപ്പോഴെന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിയുമ്പോൾ മാത്രമേ നിങ്ങളുടെ മാനസികാവസ്ഥയെ നിങ്ങൾക്ക് കുറെ കൂടെ ബെറ്ററായ ഒരിടത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാൻ വേണ്ടി കഴിയും. അതിലെനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ ഉദാഹരണം ഹംനാനാണ്. കഴിഞ്ഞ വർഷം ഹംനാൻ സൈലത്തിൽ കയറി വന്നത് കഴിഞ്ഞ നീറ്റ് എക്സാമിനേഷന് 150 മാർക്കുമായിട്ടാണ്. നിങ്ങൾ 600-ന് താഴെ പോയി, 550-ന് താഴെ പോയി, 400-ന് താഴെ പോയി എന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും അല്ല ഞാൻ പ്രതീക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞും വിഷമിച്ചും ഒക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. വെറും 150 മാർക്ക് മാത്രം കഴിഞ്ഞ നീറ്റിന് കിട്ടിയ ഒരാളാണ് നിങ്ങളെങ്കിൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾ കേൾക്കുക? നീറ്റ് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് നിങ്ങളോട് ആരൊക്കെ പറയാനിടയുണ്ടാവും? അതൊക്കെ ഹംനാനും കേട്ടിട്ടുണ്ടാവും. അതിനെയെല്ലാം അങ്ങേയറ്റം നിസ്സാരമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ആരോടും ഒരു മറുപടിയും പറയാതെ അവൻ കഴിഞ്ഞ വർഷം സൈലത്തിലേക്ക് കയറി വന്നു. സൈലത്തിൽ നിന്ന് ഈ വർഷം അവൻ ഇറങ്ങിപ്പോകുമ്പോൾ ഇന്നലെ ആൻസർ കീയും OMR ഷീറ്റും വെച്ച് മാർക്ക് കൂട്ടി നോക്കുമ്പോൾ ഹംനാൻ്റെ നീറ്റ് സ്കോർ 650-ന് മുകളിലാണ്. 150 മാർക്കിനെ 650 മാർക്കിന് മുകളിലേക്ക് ഹംനാൻ കൊണ്ടുപോയൊരു കൊണ്ടുപോക്കുണ്ട്. ആ കൊണ്ടുപോക്കിൻ്റെ പേരാണ് സൈലം റവല്യൂഷൻ എന്ന് പറയുന്നത്. ഞങ്ങളെപ്പോഴും ആ റവല്യൂഷനാണ് ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുന്നതും. കൈനിറയ മാർക്കുമായി സൈലത്തിൽ കയറി വന്നവരല്ല പലപ്പോഴും കൈനിറയ മാർക്കുമായി സൈലത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. വിദ്യശ്രീയെ നിങ്ങളെല്ലാവരും സൈലത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്. 3 വർഷം നീറ്റ് എക്സാമിനേഷൻ എഴുതിയതിന് ശേഷം 3 വട്ടം റിപ്പീറ്റ് ചെയ്തതിന് ശേഷം 4ാമത്തെ വട്ടം റിപ്പീറ്റ് ചെയ്യാനാണ് കഴിഞ്ഞ വർഷം അവൾ സൈലത്തിലേക്ക് വന്നത്. ആദ്യ 3 വർഷവും വിദ്യശ്രീയുടെ മാർക്ക് 300-കളിലാണ്. 320-ഉം 318-ഉം 330-ഉം ഒക്കെയാണ് വിദ്യശ്രീയുടെ മാർക്ക്. 4ാമത്തെ വട്ടവും അവിടെ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പോൾ നിനക്കൊരു പണിയുമില്ലേ എന്ന് ചോദിച്ച് അവരിറക്കി വിട്ടതാണ് ആ കുഞ്ഞിനെ. വിദ്യശ്രീ കഴിഞ്ഞ വർഷം ആ സങ്കടത്തോടു കൂടിയാണ് സൈലത്തിൽ കയറി വന്നത്. 4ാമതും റിപ്പീറ്റ് ചെയ്യുകയാണ് എന്ന് അവൾക്ക് അവളുടെ നാട്ടുകാരോട് പോലും പറയാൻ പറ്റിയിട്ടില്ല. എല്ലാ ആളുകളും അവളുടെ ജീവിതത്തിൽ കയറി അങ്ങ് ഇടപെട്ട് കളഞ്ഞു. അവരോട് മുഴുവനും ഞാൻ MLTക്ക് പഠിക്കാൻ തൃശ്ശൂര് പോവുകയാണ് എന്ന് കള്ളം പറഞ്ഞാണ് സൈലത്തിൻ്റെ റിപ്പീറ്റേഴ്സിൻ്റെ ഹോസ്റ്റലിൽ വന്ന് അവൾ പഠിക്കുന്നത്. ഈ വർഷം 650-ന് മുകളിൽ 700-നോടടുപ്പിച്ച മാർക്കും വാങ്ങിയാണ് വിദ്യശ്രീ സൈലത്തിൽ നിന്ന് പോകുന്നത്. വെറും 200 മാർക്ക് വാങ്ങിയാണ് കഴിഞ്ഞ വർഷം യദു സൈലത്തിലേക്ക് വരുന്നത്. യദു കേൾക്കാനിടയുള്ള പറച്ചിലുകളെ കുറിച്ചും ഞാനിനി എടുത്തു പറയുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 700-ന് തൊട്ടടുത്ത മാർക്കുമായാണ് യദു ഈ വർഷം സൈലത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഞാൻ ആവർത്തിക്കുകയാണ്, ഇതിൻ്റെ പേരാണ് സൈലം റവല്യൂഷൻ എന്ന് പറയുന്നത്. 600-നോട് തൊട്ടില്ല എന്ന് പറഞ്ഞു നിന്ന റിപ്പീറ്റേഴ്സ് അല്ല പലപ്പോഴും സൈലത്തിൽ വന്നിട്ടുള്ളത്. യദുവിനെ പോലെയോ അംനാനെ പോലെയോ വിദ്യശ്രീനെ പോലെയോ ഒക്കെയുള്ള തോറ്റു തൊപ്പിയിട്ടവരെന്ന് സൊസൈറ്റി കളിയാക്കിയ കുഞ്ഞുങ്ങളാണ് ഇവിടെ കയറി വന്ന് അത്ഭുതമുണ്ടാക്കി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭാവി നിങ്ങളുടേതാണ് എന്നും ഭാവി സുരക്ഷിതമാണ് എന്നും ആത്മവിശ്വാസത്തോടെ പറയാനും ചിന്തിക്കാനും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കഴിയണം. ഒരു ഇൻസൾട്ടിങ്ങും ഇല്ലാതെ ചിരിച്ച മുഖത്തോടുകൂടെ സൈലത്തിൻ്റെ ലോകവും നിങ്ങളെ സ്വാഗതം ചെയ്യുകയും നിങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യും. റിപ്പീറ്റ് ചെയ്യൂ എന്ന് പലപ്പോഴും വ്യക്തിപരമായി ഞാൻ ആളുകളോട് പറയാറുള്ളതല്ല. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ ഉറപ്പിച്ചതാണ് എങ്കിൽ, നിങ്ങൾ പാഷനേറ്റ് ആണ് എങ്കിൽ, എന്നെങ്കിലും എനിക്ക് MBBS വേണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തിൽ സൈലത്തിലേക്ക് കടന്നു വരാം. സൈലത്തിൻ്റെ റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്, ഫിനിക്സ് ബാച്ച് എന്ന് പറയുന്നത് അങ്ങേയറ്റം സുരക്ഷിതമായ സ്പേസ് ആണ്. കഴിഞ്ഞ വർഷം
700 മാർക്കൊക്കെ കടന്നതിന് ശേഷമുള്ള കുഞ്ഞുങ്ങളെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഷിബിനുണ്ട്, നദീമുണ്ട്, കുറേ പേരുണ്ട്. ഷിബിൻ എന്നോട് പറഞ്ഞു, 700 കടന്നിട്ടാണ് ഞാൻ വന്നതെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് വരാനല്ല വിചാരിച്ചത്, ഞങ്ങളൊരു 10-11 പേർ ഇങ്ങോട്ടേക്ക് വരാനാണ് ഉദ്ദേശിച്ചത്, വന്ന് കാണാനാണ് ഉദ്ദേശിച്ചത്. ഞാൻ വിചാരിച്ചു എന്താണ് ഈ 11 പേർ ഒന്നിച്ചു വരുന്നതിൻ്റെ രഹസ്യം എന്ന്. ഷിബിൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഫിനിക്സ് ഹോസ്റ്റലിൻ്റെ ഒരു ഫ്ലോറിൽ 11 പേരാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ 11 പേരും കഴിഞ്ഞ ഒരു വർഷം ഒന്നിച്ചായിരുന്നു. ഞങ്ങളുടെ രാപ്പകലുകൾ ഞങ്ങൾ ഒന്നിച്ച് പങ്കിട്ടെടുത്തവരാണ്. ഞങ്ങളുടെ ടെൻഷനുകളെ ഞങ്ങൾ അന്യോന്യം ഷെയർ ചെയ്തവരാണ്. അങ്ങനെ കഴിഞ്ഞ ഒരു വർഷത്തെ ഞങ്ങളുടെ ഫിനിക്സ് ഹോസ്റ്റലിൻ്റെ ലൈഫ് കഴിഞ്ഞ് ഞങ്ങൾ സൈലത്തിൽ നിന്ന് പോയി എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി ഇന്ന് സാറിനെ വന്ന് കാണുമ്പോൾ ഞാൻ 700 കടന്നു, എൻ്റെ കൂടെയുള്ള ബാക്കി 10 പേരും 650 മുകളിലാണ്. അതിൽ 698, 695, 680. ഞാൻ 650 മുകളിൽ എന്ന് പറയുമ്പോൾ 700 താഴെ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഫിനിക്സിൻ്റെ ഒരു ഹോസ്റ്റലിൻ്റെ ഒരു ഫ്ലോറിലുള്ള 11 പേരും ഒന്നിച്ച് 700-അടുത്ത് മാർക്ക് സ്കോർ ചെയ്ത് ഇറങ്ങിപ്പോകുന്ന കാഴ്ച ഞങ്ങളെ അങ്ങേയറ്റം ആനന്ദിപ്പിച്ച കാഴ്ചയാണ്. അത്രമേൽ സുരക്ഷിതരായി സൈലത്തിലേക്ക് കയറി വന്നവരല്ല ഇവരാരും. ഞാൻ ഷിബിന് വന്ന് കണ്ടതിൻ്റെയും നദീമ് വന്ന് കണ്ടതിൻ്റെയും കഥ പറയുമ്പോൾ നദീമിന് എന്നോട് പറയാനുണ്ടായിരുന്നത്, എൻ്റെ റിപ്പീറ്റർ കാലയളവിനുള്ളിൽ 2 വർഷത്തെ ഇയർ ബ്രേക്ക് ഉണ്ട് എന്നായിരുന്നു. ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അവിടുത്തെ മാനസിക പീഡനം സഹിക്കാൻ പറ്റാതെ, അവിടുത്തെ വാർഡനെയും അവിടുത്തെ അക്കാഡമിക് എൻവയോൺമെന്റിനെയും സഹിക്കാൻ പറ്റാതെ എൻട്രൻസ് മാത്രം വേണ്ടെന്ന് വെച്ചല്ല നദീം അവിടെ നിന്ന് ഇറങ്ങിയത്, പഠനമേ വേണ്ടെന്ന് വെച്ചാണ്. അങ്ങനെ നദീം പഠനം വേണ്ടെന്ന് വെച്ച് വോളിബോൾ കളിക്കാൻ പോയി. 2 വർഷമാണ് ആ കുട്ടി വോളിബോൾ കോച്ചിങ് ക്യാമ്പിൽ ഇരുന്നത്. 2 വർഷം കഴിഞ്ഞ് അവൻ്റെ മാർക്ക് ലിസ്റ്റൊക്കെ എടുത്തു നോക്കിയതിന് ശേഷം, അവൻ്റെ പാഷനൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം, നീ ഇങ്ങനെ പഠനം നിർത്തിപ്പോവേണ്ടവനല്ല എന്ന് പറഞ്ഞ് അവനെ സൈലത്തിൽ കൊണ്ടുവന്ന് ചേർത്തത് അവൻ്റെ പാരൻസ് പോലുമല്ല, അവൻ്റെ വോളിബോൾ കോച്ചാണ്. ആ നദീം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ 690 മുകളിൽ അവന് മാർക്കുണ്ട്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ആദ്യത്തെ റിപ്പീറ്റർ ബാച്ചും രണ്ടാമത്തെ റിപ്പീറ്റർ ബാച്ചിനും ഇടയിൽ നദീം ഇനി പഠനം വേണ്ടെന്ന് വെച്ച 2 വർഷക്കാലത്തിൻ്റെ ബ്രേക്ക് അവനുണ്ടായിരുന്നു എന്നാണ്. ഫിനിക്സ് ബാച്ചിന് അങ്ങനെ ഒരുപാട് കഥ നിങ്ങളോട് പറയാനുണ്ട്. സൈലത്തിൻ്റെ റിപ്പീറ്റേഴ്സിന് അങ്ങനെ ഒരുപാട് കഥ നിങ്ങളോട് പറയാനുണ്ട്. ഈ കഥകളൊക്കെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട കഥകളാണ്. ഈ കഥകളൊക്കെ നിങ്ങളുടെ തളർച്ചകളെ മാറ്റേണ്ട കഥകളാണ്. ഇനി പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്കും ബാധകമാണ് എന്നാണ്. നിങ്ങൾ കളിയാക്കേണ്ടതോ നിങ്ങൾ മാറ്റിയിരുത്തേണ്ടതോ ആയ കുഞ്ഞുങ്ങളല്ല നിങ്ങളുടെ വീട്ടകങ്ങളിൽ ഇപ്പോഴുള്ളത്. ഇപ്പോഴാണ് അവർക്ക് നിങ്ങൾ ആവശ്യമുള്ളത്. ഇപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾ ആവശ്യമുള്ളത്. ഇപ്പോഴാണ് അവരുടെ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള നിങ്ങളുടെ മനോദാർഢ്യം അവർക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് നിങ്ങളവരെ ചേർത്തു പിടിക്കണം. തോൽവിയിൽ ചേർത്തു പിടിക്കുന്നതിനോളം ഭംഗിയുള്ളതല്ല മറ്റൊന്നും എന്ന യാഥാർത്ഥ്യം ഒരു പാരൻ്റൽ ലൈഫിൽ നാം തിരിച്ചറിയണം. തോറ്റവരെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തേണ്ട കുഞ്ഞുങ്ങളല്ല ഈ കുഞ്ഞുങ്ങളൊന്നും. നാളെ ജയിക്കേണ്ടവരും നാളെ അത്ഭുതമുണ്ടാക്കേണ്ടവരും നാളെ അവരിലൂടെ നാം നടന്നു പോകുന്ന ഭാവി സ്വപ്നം കാണേണ്ടവരുമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളുടെ തീരുമാനത്തിനൊപ്പം, ഈ കുഞ്ഞുങ്ങളുടെ സങ്കടത്തിനൊപ്പം നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയണം. ഭാവി അവരുടേതാണ് എന്ന് അവരെ കെട്ടിപ്പിടിച്ച് അവരോട് പറയാൻ കഴിയണം. നിങ്ങൾ എൻ്റെ തൊട്ടടുത്തില്ല എന്ന സങ്കടം ഇപ്പോൾ എനിക്കുണ്ട്. തൊട്ടടുത്തുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ നിങ്ങളെ കെട്ടിപ്പിടിച്ച് ഞാനത് പറഞ്ഞേനെ. ആ പറച്ചിലായി നിങ്ങളത് കണക്കാക്കണം. ഭാവി നിങ്ങളുടേതാണ്, നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങളെല്ലാവരെയും എന്നോട് ഞാൻ ചേർത്ത് പിടിക്കുകയാണ്. നിങ്ങളാരും തോറ്റിട്ടില്ല. ജയിക്കാനുള്ള യാത്രയുടെ ആദ്യത്തെ പടവിൽ നിങ്ങൾ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നിൻ്റെയും അവസാനമല്ല, ഇതൊരു തുടക്കമാണ്. ആൾ ദി ബെസ്റ്റ്.